ശ്രീ പണിക്കർ, ഇവിടെ ജനാധിപത്യ രീതിയിൽ തന്നെ ഒരു വിലയിരുത്തൽ നടത്തി CPM എന്നുള്ളതാണ് ശ്രീ M ജയചന്ദ്രന്റെ വാദം. അതിൽ കോൺഗ്രസ് അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താറില്ല എന്നുള്ള മറുവാദവും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. എങ്ങനെയാണ് താങ്കൾ ഈ MV ഗോവിന്ദൻ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തെ കാണുന്നത്? ശരിക്കും ഒരു ആത്മപരിശോധനയുടെ ഘടകം അതിലുണ്ടോ? രണ്ട് ഭാഗങ്ങളുണ്ട് ആ ചോദ്യത്തിൽ. അതിൽ ഒരു ഭാഗം നോക്കൂ, കോൺഗ്രസ് എന്നല്ല CPM എന്നല്ല ഏതൊരു പാർട്ടിയാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടാകുന്ന സമയത്ത് അതിനെ ആഭ്യന്തരമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ചിലർ ടോപ്പ് ഡൗൺ ആണ്, ചിലർ ബോട്ടം അപ്പ് ആണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഘടകങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറാകുന്നുണ്ട്. എല്ലാ ഘടകങ്ങളിലും ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും റീച്ച് ഔട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ബോട്ടം അപ്പ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ റീഡിങ് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കോൺഗ്രസ് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് നേരത്തെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2014 തെരഞ്ഞെടുപ്പിന് പരാജയത്തിന് ശേഷം നമുക്ക് ഓർമ്മയുണ്ടാവും, വിമർശിക്കപ്പെട്ടതാണ് എങ്കിൽ പോലും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അന്ന് രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയാണ് അവരോട് തുടരാനായിട്ട് ആവശ്യപ്പെടുന്നത്. അതിനുശേഷം രാഹുൽ ഗാന്ധി നേതൃത്വത്തിലേക്ക് വരണം എന്നുള്ള ഒരു അഭിപ്രായം പാർട്ടിയിൽ CWCയിൽ ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം പിന്നീട് പാർട്ടിയുടെ പ്രസിഡന്റായി മാറുന്ന ഒരു സാഹചര്യമൊക്കെ 2014 പരാജയത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന കാര്യമാണ്. കാരണം 2014 വരെ പ്രധാനമായി നയിച്ചിരുന്നത് രാഹുൽ ഗാന്ധി ആയിരുന്നില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് അദ്ദേഹം നേതാവാകണം എന്നുള്ള ഒരു മാറ്റം ആ സമയത്തുണ്ടായി. പിന്നെ 2019 വലിയ പരാജയം ഉണ്ടായതിനു ശേഷമാണ് രാഹുൽ ഗാന്ധി രാജിവെക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള സമൂലമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഡിബേറ്റബിൾ ആയിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള മീറ്റിംഗുകൾ ഉണ്ടാകുന്നുണ്ട്. ചിന്തൻ ശിവർ അത് പിന്നീട് റെഗുലറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ തന്നെ ഈ 2019 പരാജയത്തിന് ശേഷമാണ്. കൂടിയാലോചന യോഗങ്ങളൊക്കെ തന്നെ വളരെ കാര്യക്ഷമമായിട്ട് നടത്തണമെന്ന രീതിയിലത്തേക്കുള്ള തീരുമാനമൊക്കെ ഉണ്ടാകുന്നത് കോൺഗ്രസിൽ ആ സമയത്താണ്. അപ്പോൾ അത് എല്ലാ പാർട്ടികളും റുട്ടീനായിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ BJPക്ക് അവർക്ക് ചില സംസ്ഥാനങ്ങളിൽ പരാജയം ഉണ്ടാകുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകാറുണ്ട്. അത് എല്ലാ പാർട്ടിക്കും നടക്കുന്നതാണ്. പിന്നെ CPM-ന്റെ കാര്യത്തിലുള്ള ഒരു കാര്യം, ഇന്നിപ്പോൾ ശ്രീ ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം പാർട്ടിക്ക് ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് വിഷയം. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഞാൻ കാണുന്നത്, സാധാരണ CPM എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് ഏതെങ്കിലും വിഷയത്തിലെങ്കിൽ അതൊരു 3 പതിറ്റാണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ അംഗീകരിക്കുന്നത്. ഇത്തവണ ഏതാണ്ട് 1.5 മാസം ആയപ്പോഴത്തേക്ക് സമ്മതിച്ചു എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ അതിൽ തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു കുറ്റസമ്മതമാണോ അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും കുറെ കൊനഷ്ട് ബാക്കിയുണ്ട്. അതിൽ ഞാൻ ജോയിൻ ചെയ്തതിന് തൊട്ട് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കോൺഗ്രസും അതേപോലെ തന്നെ കോൺഗ്രസും BJPയും തമ്മിലൊരു ധാരണയുണ്ടായിരുന്നു. പല സീറ്റുകളിൽ ധാരണയുണ്ടായിരുന്നു. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് 3 സീറ്റുകൾ ഇത്തവണ BJP ജയിച്ചത് എന്ന് പറഞ്ഞു. പക്ഷെ അത് എത്രത്തോളം ആത്മാർത്ഥതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളത് നോക്കണം. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം, നിയമത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളർച്ച എല്ലാവർക്കും കാണുന്ന രീതിയിലത്തേക്ക് BJPക്ക് ഉണ്ടായിരുന്നു. നേരത്തെ ഒരു MLA ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ BJP വീണ്ടും ജയിക്കുക എന്ന് പറയുന്നതിൽ അസ്വാഭാവികതയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഐബ്രോസിനെ അത് ഉയർത്തേണ്ടുന്ന കാര്യമൊന്നുമില്ല. ചാത്തന്നൂരും കഴക്കൂട്ടവും നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ അവിടെയുണ്ട്. ഇപ്പോൾ ചാത്തന്നൂരിൽ കോൺഗ്രസിന് 1% വോട്ട് കൂടിയിരിക്കുകയാണ്. സാധാരണ ആൾക്കാർ അബ്സല്യൂട്ട് നമ്പേഴ്സിൽ പറയും, അതായത് 53,000 ആയിരുന്നെങ്കിൽ 55,000 2000 വോട്ട് വർദ്ധിച്ചു എന്നൊക്കെ പറയും. ഞാൻ അബ്സല്യൂട്ട് നമ്പേഴ്സ് നോക്കുന്നില്ല, കാരണം അത് വേരി ചെയ്യാം. അതുകൊണ്ട് തന്നെ എത്രയാണോ നേരത്തെ ഉണ്ടായിരുന്നത്, 2021 ഉണ്ടായിരുന്നത്, അന്ന് അവർക്ക് എത്ര ശതമാനം വോട്ടാണോ കിട്ടിയിരിക്കുന്നത് ആ ശതമാനത്തിൽ നിന്ന് താഴെ പോയോ അതിനേക്കാൾ ഉയർന്നോ എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള മാനദണ്ഡം. അപ്പോൾ ചാത്തന്നൂർ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 1% വോട്ട് വർദ്ധിക്കാനുണ്ടായത്, CPIക്ക് 8% വോട്ട് കുറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, ധാരണയാണ് നമ്മൾ പറയുന്നതെങ്കിൽ CPIയും BJPയും തമ്മിലാണ് ധാരണ എന്ന് പറയണ്ടേ, കോൺഗ്രസ് ആണെന്ന് പറയാൻ കഴിയുമോ? 1. 2, കഴക്കൂട്ടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴക്കൂട്ടത്ത് കഴിഞ്ഞ തവണ ഡോക്ടർ SS ലാലാണ് മത്സരിച്ചത്. ഇത്തവണ ശരത്ചന്ദ്ര പ്രസാദാണ്. ശരത്ചന്ദ്ര പ്രസാദ് മത്സരിക്കുന്ന സമയത്ത് പല ആൾക്കാരുടെയും പ്രതീക്ഷകളെ അല്ലെങ്കിൽ പല ആൾക്കാരും വിശ്വസിച്ചിരുന്നതിനെയൊക്കെ തന്നെ തകിടം മറിച്ചുകൊണ്ട് 4.5% വോട്ട് വർധനയാണ് കോൺഗ്രസിന് കഴക്കൂട്ടത്തുണ്ടായത്. അതായത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ ശക്തമായ രീതിയിലത്തേക്കുള്ള ഒരു പ്രകടനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. CPM-ന് 11% കുറഞ്ഞു. അത് ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ് മത്സരിച്ചത്. സീസൺഡ് പൊളിറ്റീഷ്യനാണ്, സിറ്റിംഗ് MLA ആണ്. അദ്ദേഹത്തിന് 11% കുറഞ്ഞു. അത് കണക്കുകളിൽ തന്നെ പറഞ്ഞിരുന്നു, എത്ര എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്നു ശതമാനം. വാദത്തെ നിരാകരിക്കുന്ന ഒന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വാദം കണക്കുകൾ പറയുന്ന പ്രകാരമല്ല എന്ന് തറപ്പിച്ച് പറയുന്ന ഒന്നാണ്. പക്ഷേ എങ്കിലും അദ്ദേഹം 30 മണ്ഡലങ്ങളിൽ ഈ ഡീൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലല്ല, അത് ഏത് 30 മണ്ഡലമാണ്? നേരത്തെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 30 മണ്ഡലങ്ങളിലധികം, ഏതാണ്ട് 30,000 35,000 മുകളിലോ വോട്ട് കിട്ടുന്ന മണ്ഡലങ്ങളായിട്ട് BJP കണ്ടിട്ടുണ്ട്. പല മണ്ഡലങ്ങളെ അതുകൊണ്ട് തന്നെയാണ് A ക്ലാസ് മണ്ഡലം
പിന്നെ ബി ക്ലാസ് മണ്ഡലം എന്നൊക്കെ അവർ തരംതിരിക്കുന്നത് തന്നെ ഓർഗാനിക് ആയിട്ടുള്ള വളർച്ചയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല, എത്രത്തോളം വോട്ട് കിട്ടുന്നു, എത്ര വോട്ട് പോൾ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്, അല്ലാതെ സ്ഥാനാർത്ഥിയുടെ മികവോ കൺസിസ്റ്റന്റ് ആയിട്ട് അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി ആരാണ്, ഇതൊന്നും മാത്രമായിരുന്നില്ല ഇതിന്റെ മാനദണ്ഡം. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എ ക്ലാസ് മണ്ഡലങ്ങളിൽ നമ്മൾ ഇത്തവണ വലിയ വളർച്ച കണ്ടിരിക്കുന്ന പല മണ്ഡലങ്ങളും നേരത്തെ തന്നെ അവർ എ ക്ലാസ് മണ്ഡലമായിട്ട് അവരിതിനെ കാറ്റഗറൈസ് ചെയ്തിരുന്നൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ അത് അവരൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, അവർക്ക് ദേശീയ ഭരണമുണ്ട്. അപ്പോൾ അവരിൽ അവരുടെ പോളിസികളിലൊക്കെ തന്നെ താല്പര്യമുള്ള കുറേയധികം ആൾക്കാർ ഇവിടെ ഉണ്ട്. അതൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളർച്ചയാണ്. അതല്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടി കൈയയച്ച് സഹായിച്ചെങ്കിൽ മാത്രമേ BJPക്ക് അധികാരത്തിലേക്ക് വരാൻ കഴിയൂ എന്നൊന്നും ഇനി ചിന്തിക്കേണ്ടുന്ന കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോൺഗ്രസ് സഹായിച്ചത് കൊണ്ടാണോ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് കിട്ടിയത്? BJP 35 സീറ്റ് വീതം 2 തവണ അടുപ്പിച്ച് വന്നതിന് ശേഷം പിന്നീട് അതിശക്തമായിട്ടുള്ള ഒരു പുഷ് നടത്തിയപ്പോഴാണ് അവർക്ക് CPM-നെ മറിച്ചിടാനായിട്ട് കഴിഞ്ഞത്. അങ്ങനെ മറിച്ചിടുന്നതിന്റെ കാരണം എന്തായിരുന്നു? വളരെ മോശമായിട്ടുള്ള ഒരു ഭരണമായിരുന്നു, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷ കാലയളവിൽ കണ്ടത്. അതിന് മുമ്പത്തേത് നല്ലതായിരുന്നു എന്നല്ല, പക്ഷേ ഇതിനേക്കാൾ ഭേദമായിരുന്നു എന്ന് പറയാം. അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ CPM എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഇതാ ഒരു ഹിന്ദുത്വ പാർട്ടി, ഇതാ ബീഫ് നിരോധനത്തിന് വരുന്ന പാർട്ടി, ഇതാ വർഗീയ വിദ്വേഷത്തിന്റെ ഫാഷിസ്റ്റ് പാർട്ടി, അങ്ങനെയൊന്നും അല്ല ഇവിടുത്തെ സാധാരണക്കാർ കാണുന്നത്. എല്ലാവരുടെയും ഗുണവും ദോഷവും കൃത്യമായിട്ട് അസസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു പരാജയം ഉണ്ടാകുന്ന സമയത്ത് BJPയുടെ വളർച്ചയെ അവർ വിലയിരുത്തുന്നതിൽ സത്യസന്ധതയില്ല എന്നൊരു പ്രശ്നമുണ്ട്. കാരണം അതിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഒരു കാര്യം. മറ്റൊന്ന് എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആശയക്കുഴപ്പം ഉണ്ടായി എന്ന് ഗോവിന്ദ മാഷ് പറയുന്നുണ്ട്. സത്യത്തിൽ ആശയക്കുഴപ്പം ആർക്കായിരുന്നു? ഇതിൻ്റെ ഈ കള്ളക്കണക്കൊക്കെ പരിശോധിച്ചിരുന്ന ഓഡിറ്റർമാർക്കായിരുന്നു ആശയക്കുഴപ്പം. ഈ കണക്കെല്ലാം കൂടെ കൊണ്ടുവന്ന സമയത്ത് ഇതൊക്കെ കണ്ട് ഞെട്ടി വാ വളർന്നിരുന്ന കോടതിക്കായിരുന്നു ആശയക്കുഴപ്പം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് വെള്ളാപ്പള്ളി നടേശനടക്കം SNDPയുടെ, NSSന്റെ, KPMSന്റെ മറ്റ് ഹിന്ദു സമുദായ സംഘടനകളുടെ നേതാക്കളെ പിണറായി വിജയനൊപ്പം സ്വീകാര്യനായിട്ട് പൊതുവേദിയിൽ അവതരിപ്പിക്കുക. അത് മാത്രമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് മറ്റ് സെഷനുകളിൽ, അതിൻ്റെ മെറിറ്റോറിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യുന്ന സെഷനുകളിൽ ആൾക്കാരില്ലാഞ്ഞത്, ആൾക്കാരെ സംഘടിപ്പിക്കാൻ പോലും പാർട്ടി മെനക്കെടാഞ്ഞത് ഒക്കെ തന്നെ. എന്നിട്ട് പറയുന്ന കാര്യം എന്താണ്? ആ സമയത്ത് തന്നെ വിമർശിക്കപ്പെട്ടതാണ്. എല്ലാവരും വിമർശിച്ചിരുന്നു, എന്തിനാണ് നിങ്ങൾ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം കൊണ്ടുവരുന്നത്? കേരളത്തിലെ BJP പോലും ഈ സംഗമത്തിനെ എതിർക്കുകയാണ്, അവർ ബോയ്ക്കോട്ട് ചെയ്യുകയാണ്. ആ ബോയ്ക്കോട്ട് ചെയ്യുന്ന സമയത്ത് നോക്കൂ, മറ്റ് BJPയുടെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളൊക്കെ ഞങ്ങളോടൊപ്പമാണ് എന്ന് പറയുന്നതിന് വേണ്ടി യോഗി ആദിത്യനാഥ് അയച്ചിരിക്കുന്ന സന്ദേശം ആ വേദിയിൽ വായിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് പൂർണ്ണമായിട്ടും ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണ്. അങ്ങനെ ആയിരുന്നു. തത്വത്തിൽ ലോൺ പേപ്പർ നോക്കുമ്പോൾ അതിന്റെ ചെലവും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് ദേവസ്വം ബോർഡായിരിക്കാം. പക്ഷേ യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചിരിക്കുന്നത് ആരാണ്? ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന PS പ്രശാന്ത് ആണോ? അല്ല. അത് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി മന്ത്രിസഭയിലെ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ VN വാസവനായിരുന്നു. തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും പോയി ഈ ആൾക്കാരെയൊക്കെ തന്നെ ക്ഷണിക്കാനായിട്ട് പോയത് VN വാസവനായിരുന്നു. സത്യത്തിൽ VN വാസവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവരെല്ലായ്പ്പോഴും പറയുമല്ലോ, അങ്ങനെ ഒരു ബന്ധമില്ല. ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനത്തിന് മന്ത്രി കാണേണ്ടതില്ല, മന്ത്രി അറിയേണ്ടതില്ല, അത് ഓട്ടോണമസ് ബോഡിയാണ് എന്നൊക്കെയാണല്ലോ ഈ കൊള്ള നടന്ന സമയത്ത്, സ്വർണ്ണക്കൊള്ളയുടെ കാര്യം വന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെയായിരുന്നല്ലോ പറഞ്ഞത്. പക്ഷേ വാസവനാണ് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് കത്തയക്കുന്നത്. എന്താ പ്രശാന്തിന് കത്തയച്ചാൽ എന്താ? ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികമാണെങ്കിൽ PS പ്രശാന്തിന് കത്തയച്ചുകൂടെ? അവിടെ കത്തയച്ചിരിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ വലിയ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്, ഞാൻ നേരിട്ട് യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചു എന്ന്. ആദിത്യനാഥിന്റെ കത്ത് നമ്മൾ കണ്ടതാണല്ലോ, ഇതിന്റെ കോപ്പി നമുക്കിപ്പോഴും സോഷ്യൽ മീഡിയയിൽ അടക്കം അവൈലബിൾ ആണല്ലോ. അത് ആരെയാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഒന്നുമല്ല അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ശ്രീ VN വാസവൻ ജി എന്ന് പറഞ്ഞിട്ടാണ്, അദ്ദേഹത്തിനെയാണ്. അപ്പോൾ അതിനെ ന്യായീകരിച്ച് നടന്നിരുന്ന ആൾക്കാർ ഇപ്പോൾ പെട്ടെന്ന് അതെന്തോ വലിയ രീതിയിലത്തേക്കുള്ള ഒരു പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാർട്ടിയോടൊപ്പം തന്നെ നിൽക്കുന്ന ആൾക്കാർ അന്ന് വിമർശിച്ചിരുന്നതാണ്. ആ വിമർശനത്തിനെ പോലും സത്യസന്ധമല്ലാത്ത രീതിയിൽ അത് ദേവസ്വം ബോർഡിന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ജനങ്ങൾ ഈ വ്യാജ പ്രചാരണങ്ങൾ വിശ്വസിച്ചു എന്ന രീതിയിൽ ആക്കി തീർക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ നോക്കൂ. വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളെ പ്രതിരോധിച്ചില്ല എന്ന പൊതുബോധമുണ്ടായി എന്നാ പറയുന്നത്. അപ്പൊ പ്രതിരോധിച്ചു, പക്ഷേ പൊതുബോധത്തിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല എന്നല്ലേ ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങളെ ജീവിതത്തിൽ ആവാഹിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ തത്വങ്ങളുടെ ഒരു എംബോഡിമെന്റ് ആണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ് വേദിയിലിരുത്തി പ്രകീർത്തിച്ചത് ആരാണ്? പിണറായി വിജയനാണ്. അപ്പോൾ നാരായണ ഗുരുവിനോടൊപ്പം തന്നെ ഒരു നടേശ ഗുരുവിനെ കൂടി സൃഷ്ടിക്കാനും പ്രതിഷ്ഠിക്കാനും ഇവരാണ് ശ്രമിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ ഞങ്ങൾ തള്ളിപ്പറഞ്ഞു എന്ന് എവിടെ പറഞ്ഞാലൊക്കും? അദ്ദേഹം വർഗീയവാദിയാണോ? വർഗീയ പ്രസ്താവനകൾ നടത്തുന്നത് കൊണ്ട് അദ്ദേഹം വർഗീയവാദിയാണോ എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല. നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുന്നത് നാളെ പത്രത്തിലെ ഹെഡ്ലൈൻ അടിക്കാനല്ലേ? ഗോവിന്ദ മാഷ് പറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ഗോവിന്ദ മാഷ് പറയുന്നുണ്ട്, അന്ന് ഞങ്ങൾ ശക്തമായിട്ട് തന്നെ എതിർത്തിരുന്നു,
വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ എന്ന് പറയുമ്പോൾ അന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പ് വന്നപ്പോൾ അതിൽ വെള്ളാപ്പള്ളി നടേശന്റെ പേര് പോലും ഉണ്ടായിരുന്നില്ല. നമ്മളത് ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അത് സൗകര്യപൂർവ്വം അദ്ദേഹം ഇന്ന് മറക്കുകയായിരുന്നു. ശ്രീ MS വേണുഗോപാൽ, ഇന്ന് പാർട്ടിയുടെ വിലയിരുത്തലിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.